IPL 2026 സീസൺ പൊടിപാറും 2020 ക്രിക്കറ്റ് മത്സരങ്ങളുമായി ഇന്ത്യയിലെമ്പാടും മാർച്ച് 28 മുതൽ മെയ് 31 വരെ നടന്നുവരികയാണ്. 10 ഫ്രാഞ്ചൈസി ടീമുകളും ആകെ 74 മത്സരങ്ങളുമായി നടക്കുന്ന ഈ ടൂർണമെന്റിൽ ചെന്നൈ സൂപ്പർ കിങ്സും CSK, ലക്നൌ സൂപ്പർ ജയന്റ്സും LSG തമ്മിൽ ഒരു കടുത്ത പോരാട്ടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും ഒടുവിലായി ലക്നൌവിൽ വെച്ച് നടന്ന കളിയിൽ 2026 മെയ് 15 വെള്ളിയാഴ്ച ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് തകർത്ത് ഒരു ഗംഭീര വിജയം സ്വന്തമാക്കി. ഈ വിജയം ഈ സീസണിലെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ചൂടേറ്റി. LSGക്ക് ലഭിച്ച ഈ ജയം 2026 സീസണിൽ CSKക്കെതിരെ അവരുടെ രണ്ടാമത്തെ വിജയമാണ്. നേരത്തെ 2026 മെയ് 10 സൂപ്പർ ജയന്റ്സ് ചെന്നൈയെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് തോൽപ്പിച്ചിരുന്നു. ഈ വിജയങ്ങൾ LSGയുടെ മികച്ച ഫോമും ടൂർണമെന്റിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലെ തന്ത്രപരമായ കളിമികവും എടുത്തു കാണിക്കുന്നു. എങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് നേരത്തെ 2026 ഏപ്രിൽ 14 എക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് ലക്നൌവിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു. ഈ സീസണിൽ അവരുടെ മത്സരങ്ങൾ എത്രത്തോളം വാശിയേറിയതായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇവരുടെ ഈ മത്സരങ്ങൾ അവരുടെ ഹെഡ് ടു ഹെഡ് റെക്കോർഡിലേക്ക് ചേർക്കുമ്പോൾ നിലവിൽ LSGക്ക് മുൻതൂക്കമുണ്ട്. 4 വിജയങ്ങളുമായി CSKയുടെ 3 വിജയങ്ങളെക്കാൾ മുന്നിലാണവർ. ആകെ 8 IPL മത്സരങ്ങളിൽ ഒരു കളി ഫലമില്ലാതെ അവസാനിക്കുകയും ചെയ്തു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് 2026 സീസണിലെ നിലവിലെ ചാമ്പ്യന്മാർ. ഈ മത്സരങ്ങളിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ വിജയങ്ങളിൽ ചില വ്യക്തിഗത പ്രകടനങ്ങൾക്കാണ് വലിയ പങ്കുണ്ടായിരുന്നത്. 2026 മെയ് 15 അവർ നേടിയ ജയത്തിൽ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ മിച്ചൽ മാഷ് വെറും 38 പന്തിൽ 90 റൺസ് അടിച്ച് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഓസ്ട്രേലിയയുടെ T20 ക്യാപ്റ്റൻ കൂടിയായ മാഷിനെ 2025-ൽ 627 റൺസ് നേടി കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സീസൺ കളിച്ചതിന് പിന്നാലെ 2026 IPL ലേലത്തിൽ ലക്നൌ 3.40 കോടി രൂപ മുടക്കി നിലനിർത്തുകയായിരുന്നു. മാർഷിനൊപ്പം വെസ്റ്റ് ഇൻഡീസ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ നിക്കോളാസ് പൂരനും അതേ മത്സരത്തിൽ 17 പന്തിൽ 32 റൺസെടുത്ത് മികച്ച പിന്തുണ നൽകി. മധ്യനിരയിലെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ പൂരനെ 2025-ൽ 524 റൺസ് അടിച്ച് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം ലക്നൌ സൂപ്പർ ജയന്റ്സ് 21 കോടി രൂപയുടെ വലിയ തുക മുടക്കി നിലനിർത്തുകയായിരുന്നു. മറ്റൊരു തകർപ്പൻ പ്രകടനം 2026 മെയ് 10 CSKക്കെതിരെ ലക്നൌ നേടിയ വിജയത്തിൽ ജോഷ് ഇംഗ്ലീസിൽ നിന്നായിരുന്നു. 2026-ലെ മെഗാ ലേലത്തിൽ 8.60 കോടി രൂപയ്ക്ക് ലക്നൌ സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ജോഷ് ഇംഗ്ലീസ് MA ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് വെറും 33 പന്തിൽ 85 റൺസ് അടിച്ച് എതിരാളികളെ ഞെട്ടിച്ചു. 2026 മെയ് 4-ലെ മത്സരത്തിന് മുന്നോടിയായി ലക്നൌ ടീമിനൊപ്പം ചേർന്ന ഇംഗ്ലീസ് തിരിച്ചെത്തിയ ഉടൻ തന്നെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധ നേടി. ഈ വെടിക്കെട്ട് പ്രകടനങ്ങളെല്ലാം ശക്തരായ എതിരാളികൾക്കെതിരെ ലക്നൌവിന്റെ സമീപകാല വിജയങ്ങൾക്ക് വലിയ സഹായമായിട്ടുണ്ട്. ഇത് അവരുടെ ബാറ്റിംഗ് നിരയുടെ കരുത്തും ആഴവും വ്യക്തമാക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് ഈ 2026 IPL സീസണിൽ ഉടനീളം വ്യക്തിഗതമായി ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. CSKയുടെ നിർണായക ഇടങ്കയ്യൻ മധ്യനിര ബാറ്റ്സ്മാനായ ശിവം ദുബെ സ്പിന്നർമാർക്കെതിരെ തലങ്ങും വിലങ്ങും അടിച്ചൊതുക്കുന്നതിൽ മിടുക്കനാണ്. ഈ സീസണിൽ ടീമിന്റെ ഒരു പ്രധാന ശക്തിയായി ഇദ്ദേഹം മാറിയിട്ടുണ്ട്. 2024-ലെയും 2026-ലെയും T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന ശിവം ദുബെ 2026 മെയ് മാസത്തിൽ LSGക്കെതിരെ നടന്ന കളിയിൽ വെറും 16 ബോളിൽ നിന്ന് 32 റൺസ് അടിച്ചെടുത്തു. 2026-ലെ ലേലത്തിൽ CSK തങ്ങളുടെ ടീമിനെ കൂടുതൽ ശക്തമാക്കിയിരുന്നു. യുവ ഓൾറൗണ്ടറായ പ്രശാന്ത് വീറിനെ റെക്കോർഡ് തുകയായ 14.20 കോടി രൂപക്കാണ് അവർ സ്വന്തമാക്കിയത്. ഇതോടെ IPL ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ അൺക്യാപ്ഡ് കളിക്കാരിൽ ഒരാളായി പ്രശാന്ത് വീർ മാറി. ഇടങ്കയ്യൻ സ്പിൻ ബൌളറും ഇടങ്കയ്യൻ ബാറ്റ്സ്മാനുമായ പ്രശാന്ത് വീർ 2026 ഏപ്രിൽ 3 CSKയ്ക്ക് വേണ്ടി IPLൽ അരങ്ങേറ്റം കുറിച്ചു. മെയ് 10 LSGക്കെതിരെ നടന്ന മത്സരത്തിൽ 12 ബോളിൽ നിന്ന് 17 റൺസ് അടിച്ചെടുക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ 2022-ൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധ നേടിയ ഇടങ്കയ്യൻ മീഡിയം പേസറായ മുകേഷ് ചൌധരിയെ 30 ലക്ഷം രൂപക്കാണ് CSK സ്വന്തമാക്കിയത്. ഇദ്ദേഹം 2026 ടീമിന്റെ ഒരു പ്രധാന ഭാഗമാണ്. 2026-ൽ ഈ സീസണിൽ കളത്തിലിറങ്ങിയെങ്കിലും ഏപ്രിൽ മാസത്തിൽ ഒരു വ്യക്തിപരമായ ദുരന്തം കാരണം ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. മറ്റൊരു ഇടങ്കയ്യൻ മീഡിയം പേസറായ ഗുർജപ്നീത് സിംഗിനെ 2026-ലെ ലേലത്തിൽ 2.20 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ശേഷം CSK 2026-ലേക്കും നിലനിർത്തി. ഈ സീസണിൽ ഇദ്ദേഹം IPLൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു.